ഹിയർ ഡാറ്റ റിബണിൽ ഫസ്റ്റ് ഓപ്ഷൻ ഗെറ്റ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിൽ ലെഗസി വിസാർഡ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഹിയർ ഈസ് ദറ്റ് ലെഗസി വിസാർഡിൽ നമുക്ക് ഫ്രം ടെക്സ്റ്റ് ലെഗസി എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് നമ്മളെ ഫയല് ചൂസ് ചെയ്യാനുള്ള ബ്രൗസ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ കഴിയും. അത് ഇമ്പോർട്ട് ചെയ്യാം. സോ ആൻഡ് ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ടെക്സ്റ്റ് ഇമ്പോർട്ട് വിസാർഡ് അത് വരും. അതിൽ ഡീലിമിറ്റഡ് ചൂസ് ചെയ്യുക. ഫിക്സ്ഡ് വിഡ്ത്താണ് വേണ്ടതെങ്കിൽ ഫിക്സ്ഡ് വിഡ്ത്ത് ചൂസ് ചെയ്യുക. ദെൻ നമുക്ക് വേണ്ടത് ഡീലിമിറ്റഡ് ആണ്. സോ ഡീലിമിറ്റഡ് ഇവിടെ ഓൾറെഡി ചൂസ് ചെയ്തിട്ടുണ്ട്. സോ ആൻഡ് ദെൻ മൈ ഡാറ്റ ഹാസ് ഹെഡർ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ ഡീലിമിറ്റഡ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ഓക്കെ അടിക്കാം. ആൻഡ് ദെൻ നമ്മൾ ഡാറ്റ ഇവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇതല്ലാതെ നമ്മൾ ഫ്രം ടെക്സ്റ്റ് ചൂസ് ചെയ്യുന്നതല്ലാതെ നമുക്കൊരു വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്. ഓട്ടോമേഷൻ ടൂൾ വെച്ചിട്ട് നമുക്ക് ഈ ഡീലിമിറ്റഡ് ഒന്നും ചൂസ് ചെയ്യേണ്ടി വരില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് അത് തന്നെ ചൂസ് ചെയ്തോളൂ. സോ ആ ഒരു ഓപ്ഷനും കൂടി കാണിച്ചു തരാം. ഇവിടെ എക്സൽ ബ്ലാങ്ക് ആണ്. സോ ഇവിടെ ഡാറ്റ എന്ന റിബൺ എടുക്കുമ്പോൾ ഇവിടെ സെവറൽ ഓപ്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഫ്രം ടെക്സ്റ്റ് CSV ചൂസ് ചെയ്യുക. ദെൻ നമുക്ക് ഇവിടെ നമുക്ക് നമ്മളെ ഫയല് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. സോ ബ്രൗസ് ചെയ്യുക ആൻഡ് ചൂസ് ഫയൽ ചൂസ് ചെയ്യുക. ദെൻ ഇമ്പോർട്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് പവർ ക്വറി എഡിറ്റർ ആണ് ഓപ്പൺ ആയിട്ട് വരിക. സോ പവർ ക്വറി എഡിറ്റർ എന്താണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഡീപ്പായിട്ട് പറഞ്ഞു തരാം. സോ ഇവിടെ നമ്മൾ ജസ്റ്റ് ഡീലിമിറ്റഡ് ചൂസ് ചെയ്ത് കൊടുക്കുക. ഡീലിമിറ്റഡ് കോമയാണ്. സോ കോമ ഡീലിമിറ്റഡ് ആയിട്ട് ചൂസ് ചെയ്ത് കൊടുക്കുക ആൻഡ് ലോഡ്. ഓക്കെ, ലോഡ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ട്രാൻസ്ഫോം എന്നുള്ള ഓപ്ഷനും ഉണ്ട്. അത് ചൂസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ലോഡ് എന്നുള്ള ഓപ്ഷൻ